മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നടന്മാരെല്ലാം രാജി വെച്ചു, കൂട്ടരാജിയാണ്. അതിപ്പോ അവര് പറഞ്ഞു, സത്യം പറഞ്ഞ മീഡിയത്ത് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അതെ അതെ അതെ. അപ്പൊ അതിനെ ഞാൻ പറയാൻ കൂടുതൽ അതിനകത്തെ വിശദീകരണങ്ങളൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇല്ല, കുഴപ്പമില്ല. ഇപ്പോ ചേട്ടൻ ഉൾപ്പെടെ മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഷമീദ് എന്ന് പറയുന്ന നടൻ ഒറ്റയ്ക്ക് പോരാടിയിട്ടുണ്ട്, തിരഞ്ഞെടുപ്പിൽ നിന്ന് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴും അമ്മയിലൊരു ലോബി പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ അതിനെതിരെ താൻ സംസാരിക്കുമെന്ന് നിരന്തരം പറഞ്ഞിട്ടുണ്ട്. ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ലോബി എല്ലാമാണ് പുറത്താകുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. അത് തീർച്ചയായിട്ടും ആ ലോബി അല്ലെങ്കിൽ അത് തന്നെ അവർ പറഞ്ഞ വാണിജ്യ കമ്മിറ്റി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് അത് ശരിക്കും മുഖം മൂടി അഴിഞ്ഞു വീണു എന്നുള്ളത് തീർച്ചയായിട്ടും. ഇപ്പം ഈ അമ്മ എന്ന് പറയുന്ന സംഘടനയെ ഇങ്ങനെ ചുമക്കേണ്ട ഗതികേട് ഇപ്പം മോഹൻലാൽ എന്ന് പറയുന്ന നടന് ഏറെക്കാലമായിട്ടുണ്ട്. അപ്പോൾ ഈ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇറങ്ങിപ്പോകേണ്ട അവസ്ഥയിലേക്കല്ലേ കാര്യങ്ങൾ എത്തുന്നത്? ഒരുപക്ഷെ അദ്ദേഹം, നമുക്ക് അറിയില്ലല്ലോ ഇതിനകത്ത് ഈ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് അദ്ദേഹത്തിനെ കുറിച്ച് ആരോപണം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ അദ്ദേഹം ശരിക്കും പറഞ്ഞാല് എന്റെ ഒരു കരുതൽ തോന്നലാണ്, അദ്ദേഹത്തിന്റെ ഒരു ആരോപണം ഉണ്ടാകാൻ സാധ്യത ഞാൻ കാണുന്നില്ല. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം രാജിവെക്കേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷെ എന്തോ അതാ ഞാൻ പറഞ്ഞു, അദ്ദേഹം രാജിവെച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാര്യങ്ങൾ ഇനി അറിഞ്ഞു വന്നാലേ അതിനെ കുറിച്ച് പ്രതികരിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റുള്ള അദ്ദേഹം എന്താണ് മിസ്റ്റർ മോഹൻലാലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കതൊരു ആധികാരികമായിട്ട് പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല. അതുകൊണ്ട് അതിനെ കുറിച്ച് ഞാൻ തൽക്കാലം ഒന്നും പറയാനാണ്. ജഗദീഷ് എന്ന നടൻ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരണമെന്നുള്ള അഭിപ്രായമാണ് ഐക്യകണ്ഠേന ഈ അമ്മയിൽ ഉയരുന്നത്. അതിനെ എങ്ങനെ നോക്കി കാണുന്നു? അതിൽ ഒരു കാര്യത്തിൽ എനിക്ക് എല്ലാ കാര്യങ്ങളിലും ശ്രീ ജഗദീഷിനോട് 100% യോജിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ കൂടിയും അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയുന്നത്, നമുക്കൊരു ലീഡർ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു സംഘടന നയിക്കാനായിട്ട് അല്ലെങ്കിൽ അതിനുള്ള കഴിവ് അനിതര സാധാരണമായ കഴിവുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സംഘടനയില് നല്ല ഒരു സംഘാടന മികവ് കാട്ടിയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് മിസ്റ്റർ ജഗദീഷിനെ കുറിച്ച് പറയാനുള്ളത്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഈ ഒരു ജനപ്രതിനിധിയാണ് മുകേഷ് എന്ന നടൻ. ഇപ്പോൾ ഈ ആരോപണങ്ങളിൽ പെടുമ്പോൾ രാജിസന്നദ്ധത ഉൾപ്പെടെയാണ്. ഈ ജനപ്രതിനിധി സ്ഥാനം രാജിവെക്കേണ്ട ആവശ്യകത കൂടി ജനങ്ങൾ ഉയർത്തുന്നുണ്ട്. ഈ സിനിമയിൽ നിന്നുകൊണ്ട് ജനപ്രതിനിധിയാകുമ്പോൾ ഉണ്ടാകുന്ന ഇത്തരം വെല്ലുവിളികൾ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ, ഇതൊക്കെ തിരിച്ചടിയല്ലേ? മുകേഷ് എന്ന നടന്റെ കരിയറിനെ ഇത് ബാധിക്കുന്നില്ലേ? മനസ്സിലാക്കേണ്ട കാര്യമാണല്ലോ സാർ. പിന്നെ ജനങ്ങള് ഉന്നയിക്കുന്ന ഒരവസ്ഥയിലേക്ക് അങ്ങനെ എന്താണ് വരും. ഇലക്ഷന് ഇപ്പൊ ഒരു പാർട്ടിയിലെ മറ്റൊരു പാർട്ടിക്കാരെ അങ്ങനെ എതിർവെച്ച് അങ്ങനെ ഒരു തർക്കം അല്ലെങ്കിൽ ആ ഒരു മത്സരം ഒക്കെ ഉണ്ടാകുമെങ്കിലും ഇലക്ഷൻ കഴിഞ്ഞ് ആ കാൻഡിഡേറ്റ് ജയിച്ചു കഴിഞ്ഞാൽ എന്റെ ഒരു കാര്യം അതില് വോട്ട് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും വേണ്ടിയിട്ടുള്ള ആളായിരിക്കണം എന്നുള്ളതാണ്. ഇത്രയും പേര് വന്ന് ആയിക്കോട്ടെ, ദേശീയ ആൾക്കായിക്കോട്ടെ, അവരെല്ലാരും വോട്ട് ചെയ്തവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ ഇത്രയും പേര് ഓപ്പോസിറ്റ് ആയിട്ട് വോട്ട് ചെയ്താലും അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ആ MLA സ്ഥാനത്തേക്ക് വന്നത്. അപ്പൊ അവരോടൊരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ അവരോടൊരു പ്രതിബദ്ധത കാണിക്കാനായിട്ട് ഒരു ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പുതിയൊരു തെരഞ്ഞെടുപ്പ് ചട്ടക്കൂട്ടിലേക്ക് അമ്മ സംഘടന കടക്കുകയാണെങ്കിൽ ഷമീദ് തിലകം വീണ്ടും മത്സരരംഗത്തുണ്ടാകുമോ? എന്താണ് ഈ ഞാൻ സംഘടനയിൽ അംഗമല്ലല്ലോ. അതെ, പുറത്ത് അംഗത്വം എനിക്കില്ലല്ലോ. അതെ. ഇനി ഒരു പക്ഷേ അവിടേക്കുള്ള ഒരു അംഗത്വത്തിനുള്ള ഒരു സാധ്യത തെളിയുന്നുണ്ടോ? ഈ പവർ ഗ്രൂപ്പ് മാറ്റി തെളിയുന്നുണ്ടോ എന്നുള്ളത് അവരാണ് തീരുമാനിക്കേണ്ടത്. കാര്യം ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ലല്ലോ എന്നെ പുറത്താക്കിയത്, അല്ലെങ്കിൽ ഞാൻ രാജിവെച്ച് പോയതല്ലല്ലോ, എന്നെ പുറത്താക്കിയതല്ലേ. ആ പുറത്താക്കിയ തീരുമാനം പുനഃപരിശോധിക്കപ്പെടേണ്ടത് അവരാണ്, ഞാനല്ല. അപ്പൊ അതിന് ഞാനൊരു അപേക്ഷയൊന്നും ഞാൻ കൊടുക്കാൻ പോകുന്നില്ല. പുനഃപരിശോധിക്കുക എന്ന് പറഞ്ഞ കാര്യം എന്നെ പുറത്താക്കിയ ആ ഒരു പ്രക്രിയ, ആ പ്രക്രിയക്ക് ചുക്കാൻ പിടിച്ചവരെല്ലാരും ഇപ്പോ എന്താണ് കുറ്റാരോപിതരായി പുറത്തുപോയി. തീർച്ചയായിട്ടും അതിലെ പ്രധാന ആൾക്കാര് എല്ലാവരും അല്ലെങ്കിൽ പുറത്തു പോയെന്നോ അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഇലക്ഷൻ മത്സരിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കഴിഞ്ഞ ജനറൽ സെക്രട്ടറി എന്നൊക്കെ ഉള്ള. അപ്പൊ അങ്ങനെ വരുമ്പോ
ഇപ്പൊ അവരെ കുറിച്ച് ഒത്തിരി ആരോപണങ്ങൾ വരുന്നുമുണ്ട്. എന്താണ്, സംഘടനയില് അംഗത്വം കൊടുക്കണമെങ്കിൽ എന്റെ കൂടെ ശയിക്കണം എന്നൊക്കെ ഉള്ള അഭിപ്രായം പറഞ്ഞതായിട്ട് ഒക്കെ അധികാര എന്താണ് അതിലേക്ക് അധികാരത്തിന്റെ അത് കിട്ടുന്നതിന്റെ ഒരു എന്താ പറയുന്ന മത്ത് പിടിക്കുക എന്ന് പറയത്തില്ല, അധികാരത്തിൽ മത്ത് പിടിക്കുക എന്ന് പറയുന്നത്, ഇത്തരം മത്ത് പിടിച്ച ഒരവസ്ഥയിലുണ്ട്. അപ്പൊ അങ്ങനെ എടുത്തിട്ടുള്ള തീരുമാനങ്ങള് പുനഃപരിശോധിക്കേണ്ടത് ഇനി വരുന്ന ആൾക്കാരും അവിടുത്തെ എന്താണ് യോഗമാണ്, പൊതുയോഗവുമാണ്, അല്ലെ ജനറൽ ബോഡിയാണ്. ജനറൽ ബോഡിയാണത്. ജനറൽ ബോഡിക്ക് എന്തെങ്കിലും താല്പര്യം ഉണ്ടെന്നൊക്കെ ഒരു പക്ഷേ ഞാൻ തിരിച്ചു വന്നിരിക്കും. അങ്ങനെയാണെങ്കിൽ അവരെന്നെ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടാൽ, അല്ലാതെ പറ്റത്തില്ലല്ലോ. അല്ലാതെ ഒരാൾക്ക് തീരുമാനിക്കാവുന്ന ഒരു കാര്യമില്ല. ഞാൻ അതിനെ കുറിച്ച് എന്താണ് അങ്ങനെ ഒരു റിക്വസ്റ്റ് കൊടുക്കാനൊന്നും, കാര്യം ഞാൻ ആഗ്രഹിച്ചതല്ല അതിൽ നിന്ന് പുറത്തു പോകാനായിട്ട്. ഞാൻ അവരോട് പ്രത്യേകം പറഞ്ഞത് എനിക്ക് ഇതിനകത്ത് പുറത്തു പോകണം ആഗ്രഹമില്ല എന്ന് തന്നെയാണ് ഞാൻ ആ ഷോക്കോത്തിന് മറുപടിയിൽ വിട്ടത്. എന്നെ പുറത്താക്കരുത്, നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ മലയാളത്തിന്റെ മഹാനടൻ തിലകൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അമ്മ സംഘടനയെ ഒരു പ്രത്യേക ലോബിയാണ് നിയന്ത്രിക്കുന്നത്, അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം കുറവാണ്, ഇതിന്റെ പേരിലാണ് തിലകനെ മാറ്റി നിർത്തപ്പെട്ടത്. പല ദുരനുഭവങ്ങളും തിലകൻ ഉണ്ടായത്, മഹാനടൻ ഉണ്ടായത്. ഇത് തന്നെയല്ലേ തിലകന്റെ മകനും സംഭവിച്ചിരിക്കുന്നത് ഒരു ഘട്ടത്തിൽ? സാർ, അതിനകത്ത് ഒരു കാര്യം പറയാനുണ്ട് സാർ. കാര്യം വെച്ചാല് അച്ഛനോ ഇപ്പൊ ഈ സംഘടനയുടെ അച്ഛന് നോട്ടീസ് അയച്ചിട്ടുള്ളത് എല്ലാം സെക്രട്ടറി, ജനറൽ സെക്രട്ടറി, എനിക്ക് അയച്ചിട്ടുള്ളതും സെക്രട്ടറി, ഇവരൊക്കെ കൂടി മിക്ക തീരുമാനങ്ങൾ എടുക്കുന്ന അവൈലബിൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. അവൈലബിൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നമ്മൾ നോക്കിയാൽ അറിയാം എത്ര അവൈലബിൾ വെച്ചാൽ 17 പേരുള്ളതിൽ അവൈലബിൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ 4-5 പേരാണ്. ശരിക്കും പറഞ്ഞാൽ നിയമപ്രകാരം അങ്ങനെ എടുക്കുന്ന ഒരു തീരുമാനം അടുത്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടുമ്പോൾ അവിടെ അത് അവതരിപ്പിച്ച് അത് അവിടെ എല്ലാവരുടെയും ഇത് വാങ്ങിച്ചാൽ മാത്രമേ അതിന് സാധ്യതയുള്ളൂ എന്നുള്ളതാണ്. അതൊന്നും പാലിക്കാതെയാണ് എന്റെ അടുത്ത് എന്നെ കുറിച്ചുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള പല കാര്യങ്ങളും പലരെ പുറത്താക്കിയത്. എന്താണ്, ഉദാഹരണം പറഞ്ഞാൽ മറ്റേ അതിജീവിതയുടെ പ്രശ്നത്തിൽ അന്നത്തെ ഒരു നടനെ പുറത്താക്കിയത്, ആ വിഷയം അതേപോലെ അദ്ദേഹം രാജിവെച്ച് പോയി. എന്നാലും അതിനു മുമ്പ് സെക്രട്ടറി അദ്ദേഹത്തിന്റെ വീട്ടില് ഒരു അവൈലബിൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടി. അതിനുശേഷം പുറത്തു വന്നിട്ട് പറഞ്ഞ പ്രസ്താവനയൊക്കെ ഒന്ന് ഓർക്കുക. അതൊന്നും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, നിയമബോധം തീരെ ഇല്ലാത്ത ആളുകൾ തന്നെയാണ് അവിടെ ഇരിക്കുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇരിക്കുന്ന പല അംഗങ്ങളും. ഞാൻ എല്ലാവരെയും കുറ്റം ആക്ഷേപിക്കുന്നില്ല. പല അംഗങ്ങൾ, അതായത് അപ്പൊ അവര് എടുക്കുന്ന തീരുമാനങ്ങൾ അവർക്ക് എവിടുന്നാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടുന്നത്? അപ്പൊ അവർക്കൊരു നിയമോപദേശകരുണ്ട്, ഉണ്ടാകാമെന്നല്ല, ഉണ്ട്, എനിക്കറിയാം. ആ നിയമോപദേശകരുടെ നിയമബോധത്തിലുള്ള അജ്ഞത തന്നെയാണ് ഇവിടെ കാണുന്ന പല പ്രശ്നങ്ങൾക്കും കാരണം. അത് ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ പറയാം. ഇതിനകത്ത് ഇപ്പൊ രാജിവെച്ച ആൾക്കാരെ അടക്കമുള്ള ആൾക്കാരെ ആ കാര്യത്തിൽ ഞാൻ 100% ഞാൻ കുറ്റം പറയാം. അത് കേട്ട് വിശ്വസിച്ച് ഇവർ കാട്ടിക്കൂട്ടുന്ന കുഴപ്പം അത് മാത്രമാണ് അവരുടെ പേരിലുള്ളത്. അല്ലാതെ ഇവർക്ക് നിയമോപദേശം നൽകുന്ന നിയമജ്ഞരുണ്ട് അവിടെ, അവരാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പൊ കേന്ദ്രമന്ത്രിയും അവരെയാണ് ശരിക്കും പറഞ്ഞാൽ ടാർഗറ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ കേന്ദ്രമന്ത്രിയും നടനുമായിട്ടുള്ള സുരേഷ് ഗോപി തന്നെ ഒരു പ്രസ്താവന ഇപ്പം രാവിലെ മാധ്യമങ്ങളോട് പറയുന്നു, ഇത് കോടതി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്, കോടതിയല്ലേ ഫൈനൽ, മാധ്യമങ്ങളാണോ എന്ന്. ഇപ്പോൾ ഈ രാജി കൂടി പുറത്തു വരുമ്പോൾ ഇത് കോടതിയും മാധ്യമങ്ങളും ഇടപെട്ട വലിയൊരു വിഷയമല്ലേ? അതിനെ ഇത്ര സരസമായിട്ട് പറഞ്ഞു നിർത്താൻ കഴിയുമോ? ചില നേരങ്ങളിൽ ചില അങ്ങനെയാണല്ലോ. അങ്ങനെ അവർക്ക് സരസമാക്കിയാൽ അതിന്റെ മറവില് പല അതാകാം, അതിന് തെറ്റൊന്നുമില്ല. അത് അവരുടെ രീതിയിൽ നമ്മളതിനെ എത്ര സരസമായിട്ട് അതിനെ അങ്ങനെ എടുക്കുന്ന കാര്യം, അതിനെ അങ്ങനെ കേൾക്കുന്ന കാര്യമില്ലല്ലോ. നമ്മൾ ഇതിനെ കൂടെ കേട്ട് ഇതിനെ തള്ളിയെ കളഞ്ഞാൽ പോരെ, അതിനെ അങ്ങനെ തന്നെ കാണേണ്ട കാര്യം. എന്തായാലും വളരെയധികം നന്ദി ശ്രീ ഷമ്മി തിലകൻ. താങ്ക് യു. താങ്ക് യു.